അല്പസമയം മുൻപാണ് രാജ്യത്തിന്റെ അഭിമാന ബഹിരാകാശ ദൗത്യം ഗഗൻയാന്റെ അതിൽ ആരൊക്കെയുണ്ട് എന്നൊക്കെയുള്ളത് സംഘാംഗങ്ങളെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. അതിന്റെ സംഘത്തലവൻ ഒരു മലയാളിയാണ് എന്നതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരം. പ്രശാന്ത് ബി നായരെ തെരഞ്ഞെടുത്തതിന്റെ സന്തോഷത്തിലാണ് പാലക്കാട് നെന്മാറയിലെ ജന്മനാട്. പ്രശാന്തിന്റെ മുത്തശ്ശി അടക്കമുള്ള ബന്ധുക്കൾ 24 അവരുടെ സന്തോഷം പങ്കുവച്ചു. നെന്മാറയിൽ നിന്ന് നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. രാജ്യത്തിന് അഭിമാനമാകുന്ന ഗഗൻയാൻ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 4 പേരിൽ ഒരാൾ പാലക്കാട്ടുകാരൻ നെന്മാറ സ്വദേശിയാണ്. ഇപ്പോൾ കെ ബാബു MLA അടക്കം അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ, പ്രശാന്ത് ബാലകൃഷ്ണൻ നായരുടെ വീടിന് മുന്നിൽ നിലവിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് അവരെല്ലാവരും. ഇപ്പോൾ കുടുംബാംഗങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല, നാട്ടുകാരാണുള്ളത്. പക്ഷെ അവർ തന്നെ ആഘോഷമാക്കി മാറ്റുകയാണ്. അവിടെ എത്രത്തോളം സന്തോഷം, അഭിമാനം തോന്നുന്നുണ്ട് അങ്ങേക്ക്? ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകളിൽ പലരുമാണ് നമ്മളൊക്കെ. പക്ഷേ ഇന്ത്യയിൽ ശാസ്ത്രലോകത്തെ പോലെ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ ഈ ഗഗൻയാൻ എന്ന ദൗത്യത്തിൽ നെന്മാറയിൽ നിന്നും നാടറിയുന്ന, അല്ലെങ്കിൽ ഈ നാട്ടിലെ അഭിമാനമായി, രാജ്യത്തിൻ്റെ അഭിമാനമായി മാറുന്ന ശ്രീ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പോകുന്നു എന്നറിയുമ്പോൾ അതിയായ സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത്. തീർച്ചയായും 2024 ജൂൺ മാസത്തിലാണ് GX ദൗത്യവുമായി ആകാശ ദൗത്യത്തിലേക്ക് പോകുന്നത്. തിരിച്ചു വന്നു കഴിയുമ്പോൾ നെന്മാറയിലെ ജനാവലിയുടെ വലിയ സ്വീകരണം അദ്ദേഹത്തിന് ഞങ്ങൾ ഒരുക്കും. അത് ഈ നാടിൻ്റെ അഭിമാനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ അടുത്ത ദിവസങ്ങളിലായിട്ട് ആരംഭിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളാരും ഇപ്പോൾ ഇവിടെ ഇല്ല. എങ്കിൽ പോലും ആ കുടുംബത്തിന് മുന്നിൽ നിന്ന് ആ സന്തോഷത്തിൽ അവരോടൊപ്പം ഞങ്ങൾക്ക് പങ്കുചേരാൻ കഴിയുന്നു എന്നതിൽ അതിയായ സന്തോഷം ഞങ്ങൾ അറിയിക്കുകയാണ്. ഇതാണ് പ്രശാന്തിന്റെ വീട്. കഴിഞ്ഞ ദിവസമാണ് രക്ഷിതാക്കളൊക്കെ തിരുവനന്തപുരത്തേക്ക് പോയത്. ഈ അമ്മയ്ക്കൊക്കെ ചെറുപ്പം മുതൽ അറിയാം പ്രശാന്തിനെ. ഇവിടെ വരുമ്പോഴൊക്കെ ഓടി അങ്ങോട്ട് വരാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഈ വാർത്ത കേട്ടപ്പോൾ എന്താ? അന്ന് കഴിഞ്ഞ് ബാഗ് വെച്ച് ഓടി വരുന്ന വാർത്ത കേട്ടപ്പോൾ എന്താ പറയുക, പറയാൻ വാക്കുകളില്ല എന്ന് തന്നെ പറയും. അത്രയും സന്തോഷം എന്ന് വലിയ സന്തോഷം. ഞങ്ങളൊക്കെ അറിയുന്നൊരു കുട്ടി, ഞാൻ എന്നെയും കെട്ടിപ്പിടിച്ച് വളർന്ന കുട്ടി, അവനെവിടെയോ എത്തി എന്ന് പറയുമ്പോൾ സന്തോഷം തന്നെയല്ലേ. എന്താണ് നാട്ടുകാർക്ക്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഒന്ന്, അതിലുപരി ഞങ്ങളുടെ കളിക്കൂട്ടുകാരനാണ്. ഞങ്ങളെ നെന്മാറ വേലയാണ് ഇവിടെ അടുത്ത് നടക്കാൻ പോണത്. അതിലേറെ വലിയൊരു ഉത്സവം നടന്ന മാതിരിയാണെന്ന് ഞങ്ങളുടെ നെന്മാറക്കാർക്ക് കാരണം വലിയൊരു സന്തോഷം. കാരണം പ്രശാന്തിനെ മാതിരിയുള്ള ആളുകൾ നെന്മാറയിൽ നിന്നും വന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നെന്മാറ വേലയുടെ വെടിക്കെട്ടും ഉത്സവത്തിൻ്റെ ആനയും കണ്ടു കാണും. അതിനുപരി സന്തോഷിക്കാൻ ഇനി ഒന്നും പറയാനില്ല. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് നെന്മാറ ദേശത്തിൻ്റെയും നാട്ടുകാരുടെയും എല്ലാവിധ നെല്ലിക്കുളത്തി അമ്മയുടെ അനുഗ്രഹം എന്നും ഉണ്ടാവും. അതോടൊപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞ മാതിരി ഞങ്ങളുടെ നാട്ടിലത്തെ ഒരു ഉത്സവ പ്രതിനിധിയാണ്. അദ്ദേഹത്തിന് ഞങ്ങൾ നെന്മാറയിൽ വൻ സ്വീകരണങ്ങൾ കൊടുക്കും. തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ എത്തിച്ചേർന്നതിലും കൂടെ ഞങ്ങൾ എന്താ തോന്നുന്നത്? വളരെ സന്തോഷം. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഈ 4 പേരിൽ നമ്മുടെ പ്രശാന്തിനെ തെരഞ്ഞെടുത്തുന്നതിൽ വളരെയധികം സന്തോഷം. എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവരും ടെലിവിഷനിലൂടെ വാർത്തകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും പ്രശാന്തിന് ഇപ്പോൾ നാട്ടിലേക്ക് ഒന്ന് എത്തുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അവർ. ഒരു വലിയ സ്വീകരണം തന്നെ ഒരുക്കണം എന്നാണ് MLA അടക്കം പറയുന്നത്. നെന്മാറക്കാർ മാത്രമല്ല, മലയാളികൾ, ഇന്ത്യക്കാർ മുഴുവൻ വലിയ അഭിമാനത്തിലാണ്. ഇപ്പോൾ നെന്മാറയിൽ നിന്ന് നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പ്രശാന്ത് ബി നായർ എന്ന വ്യോമസേന പൈലറ്റാണ് ഗഗൻയാൻ ദൗത്യത്തിന്റെ സംഘത്തലവൻ. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ, നാട്ടുകാർ, ഇവരെല്ലാവരുമാണ് അവരുടെ സന്തോഷം 24 പങ്കിട്ടത്.